ഏറ്റവും പുതിയ വാർത്ത, രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും. പ്രതിപക്ഷ നേതാവാകുന്ന രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലി മതി. ഇപ്പം അമേഠി കോൺഗ്രസ്സുകാരൻ തിരിച്ചു പിടിച്ചു. ഇനിയിപ്പോൾ വയനാടിൻ്റെ ആവശ്യമില്ല. യു പിയിൽ ഫോക്കസ് ചെയ്ത് രാഹുൽ പ്രവർത്തിക്കുകയാണ്. എങ്കിൽ പിന്നെ കേരളത്തോട്, വയനാടിനോട് എന്തിനാണ് രാഹുൽ ഈ പ്രത്യേക മമതയുണ്ടെന്ന് ഭാവിച്ചത്? അത് ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് ഞാനും കണക്കാക്കുന്നത്. കാരണം ഒരിടത്തും ജയിക്കില്ല എന്ന് കരുതപ്പെട്ട ഒരു കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ രക്ഷാതാവളമായിരുന്നു വയനാട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അധാർമികതയുണ്ട്. ശരി, മറ്റത് പൊളിറ്റിക്കലി ശരിയാണ്, റായ്ബറേലി. പക്ഷേ അത് അദ്ദേഹം മത്സരിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇവിടെ ജയിക്കും എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ റായ്ബറേലി പോയി മത്സരിക്കുന്നത് എന്തിനാണ്? അവിടെ വേറെ ആളെ നിർത്താം, പ്രിയങ്കയെ വേണമെങ്കിൽ നിർത്താം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വേണമെങ്കിൽ നിർത്താമായിരുന്നാണ്. അല്ല, അതിനൊരു പറയാൻ സാധ്യതയുള്ള മറുപടി, സൗത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം ആണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായിരുന്നത്. ഇത്ര വലിയ വിജയം കിട്ടുമെന്ന് രാഹുൽ ഗാന്ധി പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ 44-ൽ നിന്ന് കുറച്ചുകൂടെ സീറ്റുകൾ നേടണം. അപ്പോൾ കേരളം വീണ്ടും പിടിക്കുക, യു പിയിലും അതിൻ്റെ ഒരു ടെമ്പോ ഉണ്ടാക്കാൻ വേണ്ടി ഹിന്ദി ഹൃദയഭൂമിയിലും മത്സരിച്ചു എന്ന മറുവാദം പറയാം. അല്ല, ആ വാദത്തിനൊരു പ്രസക്തിയില്ല. കാരണം കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. കേരളത്തിൽ നിലനിൽക്കുന്നതായിട്ടുള്ള ഗവൺമെൻറ്റിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് അല്ലാതെ പിന്നെ ഇല്ല. ഒരു സാധ്യത എന്ന് പറയുന്നത് BJP ആണ്. ആ BJPയുടെ സാധ്യത 2 മണ്ഡലങ്ങളിലായിട്ട് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതും മിക്കവാറും തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ, പിന്നെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് തൃശ്ശൂർ മത്സരിപ്പിക്കണമായിരുന്നു? പേടിയുണ്ട്. അപ്പോൾ പേടി അല്ല, കേരളം അല്ല, കർണാടകയെ മത്സരിപ്പിക്കാൻ പേടിയുണ്ട്. കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഭരണം ഉണ്ടെങ്കിൽ പോലും അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പില്ല. കാരണം BJP പ്രബലമായ കക്ഷിയാണ്. ആന്ധ്രയിലില്ല, തെലങ്കാനയിലില്ല. സൗത്ത് ഇന്ത്യയിൽ മത്സരിക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ഏക സീറ്റ് കേരളത്തിലെ വയനാടാണ്. വയനാടല്ലാതെ കേരളത്തിൽ വേറെയും ഇല്ല. അല്ല, അവിടെ അങ്ങനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ അത് രാജിവെക്കുന്നത് നല്ലതാണെന്ന് പറയാൻ ആളുണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. കോൺഗ്രസ്സുകാർ പോലും അത് സമ്മതിക്കാൻ സാധ്യത കുറവാണ്. കേരളത്തിൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വയനാട് നിലനിർത്തണമെന്ന് തന്നെ ആയിരിക്കും. കാരണം എങ്കിലേ അവർക്ക് കേരളത്തിലെ ഇതര രാഷ്ട്രീയ പാർട്ടികളോട് ആ കാര്യങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ പോലും കഴിയുള്ളൂ. അല്ലെങ്കിൽ അവിടെയും അവർക്ക് തലകുനിക്കേണ്ടി വരും. അപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് നല്ലതല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ മറ്റത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കേണ്ട, ഇനി വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ റായ്ബറേലിയിൽ അദ്ദേഹം മത്സരിക്കരുതായിരുന്നു. അതിന് പകരം പ്രിയങ്ക ഇരുന്നവരുടെ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഇവർ രണ്ടുപേരും കൂടി പാർലമെൻറ്റിൽ വന്നാൽ ഈ അധികാരം വിഭജിക്കപ്പെടാനായിട്ടുള്ള, അല്ലെങ്കിൽ അധികാര കേന്ദ്രം വിഭജിക്കപ്പെടാനുള്ള സാധ്യതയാണോ? അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മത്സരം? അല്ല, ഞാൻ അതിലേക്കല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നോക്കുന്നത്, പണ്ട് ഒരു ബനാത്ത് വാല എന്ന് പറഞ്ഞൊരു MP ഉണ്ടായിരുന്നു, ബോംബെക്കാരൻ, മഹാരാഷ്ട്രക്കാരനായിരുന്നു തോന്നുന്നു, അല്ലേ, ലീഗിൻ്റെ. അദ്ദേഹം ഇവിടെ വന്ന് മത്സരിക്കുന്നു, തിരിച്ച് ബോംബെക്ക് പോകുന്നു. പാർലമെൻറ്റ് അംഗമാണ്, പക്ഷേ കേരളത്തിലെ മണ്ഡലത്തിലെ ഒരാൾക്കും ആക്സസ് ഇല്ല. ഇതിൻ്റെ ഒരു പുതിയ ആധുനിക വെർഷനായിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം എവിടെ നിന്നോ വരുന്നു, ഇവിടെ മത്സരിക്കുന്നു, പോകുന്നു, വല്ലപ്പോഴും വരുന്നു, വലിയ കാടടച്ചൊരു റോഡ് ഷോ നടക്കുന്നു, ഏതോ കുട്ടമ്പള്ളിയുടെ കടയിൽ കയറി പഴംപൊരി തിന്നുന്നു. ഇതാണ് നടന്നുകൊണ്ടിരുന്നത്. അതല്ലാതെ രാഹുൽ ഗാന്ധി എന്ന നിലയിൽ കേരളത്തിലെ ബാക്കി 19 MP-മാരെ പോലെ രാത്രി ഫോൺ വിളിച്ചാൽ തെറി വിളിക്കുന്ന മുകേഷിനെ മറക്കുന്നില്ല. നമ്മുടെ ഒരു MLA ആണല്ലോ. അങ്ങനെയുള്ള ജനപ്രതിനിധികളും കേരളത്തിലുണ്ട്. പക്ഷേ 19 MP-മാരെയും നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നു. ഒന്ന് വേണം വീട്ടിൽ പോയി കാണാം, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധിയെ വയനാട്ടിലെ സമ്മതിദായകർക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു തരത്തിലും ആക്സസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സ്ഥലത്തുണ്ടെങ്കിൽ പോലും ഒരാൾക്ക് പോയി കാണാൻ കഴിയില്ല. ഇത്തരം അവസ്ഥയുണ്ടായിരുന്നു. വല്ലപ്പോഴും മാത്രം 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ഒരിക്കൽ വന്നു പോകുന്നൊരു ജനപ്രതിനിധി. അപ്പോൾ ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ ജനപ്രതിനിധി ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവട്ടെ. അങ്ങനെ ചിന്തിക്കാൻ കേരളത്തിലെ ആൾ കഴിയുന്നില്ല. വിസിറ്റിംഗ് പ്രൊഫസർമാരെ സ്വീകരിക്കാനും കേരളത്തിലെ ആളുകൾക്ക് മടിയില്ല, തങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ. അതായത് ബനാത്ത് വാല, മറ്റൊരു ബനാത്ത് വാലയാണ് രാഹുൽ, അല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കിയത്, അല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ പക്ഷേ അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുന്നതായിരിക്കും കേരളത്തിന് നല്ലത്. കാരണം അദ്ദേഹം പോയി കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെ ഒരാൾ അവിടെ മത്സരിച്ച് ജയിക്കുകയാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ അക്സസിബിലിറ്റി ഉണ്ടാവും. അവിടുത്തെ ആളുകൾക്ക് അവരുടെ ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും ജനങ്ങൾ കരുതുന്നൊരു വലിയ പ്രശ്നമാണ്, ജനങ്ങളുടെ ഒരു വലിയ പ്രോബ്ലമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷത്തിൻ്റെ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ പദവിയിലേക്ക് എത്തുകയില്ലെന്നുള്ള മറ്റൊരു വിഷയം. പക്ഷെ അങ്ങനെയുള്ള ഒരാൾ എന്നുവെച്ചാൽ ഒരു ബിഗ് ബോസ് തങ്ങളുടെ MBA മാറുന്നു എന്ന് പറയുന്നതിൽ ആഹ്ലാദിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ്
അപ്പോൾ ഒരു ഗുണമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നത് ഇപ്പം അന്ന് എനിക്കൊന്ന് പ്രതിഷേധമൊക്കെ ഉണ്ടായ സമയത്ത് വാഴ വെക്കുകയൊക്കെ ചെയ്തു. അതെ, ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഞാൻ അത് സെയിം തിങ് ഞാൻ ഓർക്കുമായിരുന്നു. കാരണം നമ്മൾ ഈ SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ ഏറ്റവും ആഭാസകരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു അക്രമി സംഘമായിട്ട് മാറിയിരിക്കുന്ന കാലമാണിത്. പക്ഷേ വയനാട്ടിൽ SFIക്കാർ നടത്തിയത് തനി ഗുണ്ടായിസമാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് കയറി ആക്രമിച്ചു ഒക്കെ ചെയ്തെങ്കിൽ പോലും അവർ ആ സീറ്റിൽ കൊണ്ടുപോയി ഒരു വാഴ വെച്ചത് ഒരു പ്രതീകാത്മകമായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി വരും. അല്ല, അങ്ങനെയാണ് ഒരു ഗുണമില്ലാത്ത വിലയിരുത്തുക. ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ അങ്ങനെയല്ലേ വിലയിരുത്തപ്പെടുകയുള്ളൂ. അതൊരു വലിയ പ്രശ്നമാണ്. അത് മാറേണ്ടത് ഒരാവശ്യമാണ്. അത് മാറാൻ നല്ലത് അപ്പോൾ ഇവിടെ ഒഴിയുന്നാലും. പക്ഷേ ഞാനിതിനകത്ത് കാണുന്ന ഒരു പൊളിറ്റിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗതിയില്ലാതെ നടന്ന ഒരു മനുഷ്യനെ രക്ഷപ്പെടാനായിട്ടുള്ള ഏക തുരുത്തായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നതായിട്ടുള്ള വയനാടിനോട് ഇങ്ങനെയുള്ള സമീപനം എടുക്കുന്നത് ശരിയല്ല. ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ശരിയല്ല, ശരിയല്ല. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു പൊളിറ്റിക്കൽ എത്തിക്സിൻ്റെ പ്രശ്നം. അതാണ് ഇപ്പോൾ ഒരു അമേധി ഇവരുടെ ഒരു കുശിനിക്കാരനെ പോലെ കാമ്പയിൻ ചെയ്യപ്പെട്ട ആളാണ് അവിടെ ജയിച്ചിരിക്കുന്ന ആൾ. രാഹുൽ ഗാന്ധിയുടെ എല്ലാ കാര്യങ്ങളും മണ്ഡലത്തിൽ അവരുടെ ഒരു മാനേജർ അവരുടെ റായ്ബറേലി മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്ന മാനേജറെ അവിടെ നിർത്തിക്കഴിഞ്ഞപ്പോഴേക്കും നിർത്തുന്ന സമയത്തും രാഹുലിന് ഉറപ്പുണ്ടായിരുന്നില്ല അവിടെ ജയിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ അമേധിയിൽ മത്സരിക്കുമായിരുന്നു. ഈ അഖിലേഷ് യാദവ് നാഷണൽ മീഡിയയിലൊക്കെ വാർത്തയായിരുന്നു. അഖിലേഷ് യാദവ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, ഇതിലേത് സീറ്റ് മത്സരിക്കണം UP എന്ന് ചോദിച്ചപ്പോൾ ഇഫ് യു ആർ എ സീരിയസ് പൊളിറ്റീഷ്യൻ നിങ്ങൾ ഉറപ്പായിട്ടും അമേധിയിൽ മത്സരിക്കണം. ഏതായിരുന്നു അഖിലേഷ് യാദവിൻ്റെ അഡ്വൈസ്. അതായിരുന്നു ശരിയായ തീരുമാനം. തോറ്റാലും ജയിച്ചാലും എന്നെ പരാജയപ്പെടുത്തിയ അവിടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കും. അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് റിസ്ക് ഇല്ല. കാരണം വെച്ചാൽ വയനാട്ടിൽ എന്തായാലും ജയിക്കും. അവിടെ രണ്ടാമത്തെ സീറ്റ് തന്നെ വീണ്ടും അവിടെ പോയി നിൽക്കണമായിരുന്നു തോറ്റാലും. പക്ഷേ അവിടെ ജയിക്കാൻ ഇവരുടെ മാനേജർക്ക് ജയിക്കാൻ പറ്റി. അത് മാനേജർക്ക് പറ്റും, ചിലപ്പോൾ തനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ രാഹുലിനുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ആ ഒരു സീരിയസ് പൊളിറ്റീഷ്യനായിട്ട് രാഹുൽ മാറിയിരുന്നെങ്കിൽ പ്രായത്തിലും അഖിലേഷ് രാഹുലിനേക്കാളും ചെറുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. അഖിലേഷ് പറഞ്ഞ ഒരു രാഷ്ട്രീയ ബുദ്ധി പോലും സ്വീകരിക്കാൻ രാഹുലിന് ധൈര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ടാണ് അല്ല, അത് ഞാൻ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനമാണ് പ്രധാനപ്പെട്ടത്. അതിലൊക്കെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി തെറ്റിപ്പോകുന്നു എന്നാണ് തോന്നുന്നത്. അല്ല, ഇക്കാലം അത്രയും തെറ്റുന്ന രാഹുലിനെ കണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഇതാണല്ലോ ഇഷ്യൂ. ഈ ഇഷ്യൂവിൽ ശരിക്കും ഒരു ഫൈറ്റർ ആണെങ്കിൽ ഇപ്പോൾ മാത്രമല്ല ഞാൻ പറയുന്നത്, തോറ്റ ആ സ്ഥലത്ത് നിരന്തരമായിട്ട് നിന്ന് പ്രവർത്തിച്ച് ജയിക്കണമായിരുന്നു. സ്മൃതി ഇറാനി ശരിക്കും അങ്ങനെ ജയിച്ചാണ്. പക്ഷേ ഇത്തവണ അവരുടെയും കാലിടറി. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, അവരെ സംബന്ധിച്ച് അവർ കേന്ദ്രമന്ത്രി ആയതോടെ അവരുടെ സ്റ്റേഷൻ ഡൽഹിയിലേക്ക് മാറി. ഇതാർക്കും സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നുണ്ട്. സുരേഷ് ഗോപി തൃശ്ശൂരെ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ 5 വർഷക്കാലം ആ മണ്ഡലത്തിൽ താമസിച്ച മണ്ഡലത്തെ നെറ്റ്സ് ചെയ്ത് പുള്ളി കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, റിസൾട്ടും കിട്ടി. പക്ഷേ ഇനിയൊരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ദില്ലിയിലേക്ക് മാറിയാൽ ഈ മണ്ഡലത്തെ എങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്മൃതി കഴിഞ്ഞ 5 വർഷക്കാലം സ്മൃതിയുടെ ഒരു വളരെ വൈകാരികമായൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ജീവിതം ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഈ മണ്ഡലത്തിലെല്ലാം ചെയ്തു, പക്ഷേ ഞാൻ ഈ മണ്ഡലത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനെയാണ് അനുഭവം ഉണ്ടായത്, അതിൽ ഞാൻ ഖേദിക്കുന്നില്ല, ഇപ്പോഴും ഞാൻ എൻ്റെ ഇവിടുത്തെ സഹോദരന്മാരെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും സ്മൃതി അവിടെ താമസിക്കുമായിരിക്കും. പക്ഷേ മണ്ഡലത്തെ നോക്കുന്ന ഒരാളാവണം ജനപ്രതിനിധി എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ജനങ്ങളുടെ ഒരു പ്രശ്നം, ജനങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവർക്ക് എപ്പോഴും ഓടിച്ചെന്ന് എന്തെങ്കിലും പറയാൻ പറ്റുകയും എന്തെങ്കിലും കാര്യമൊക്കെ നടത്തിക്കാൻ പറ്റുകയും ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലക്ക് ഈ MPA MLAക്ക് ഒരു പ്രാധാന്യം അവരുടെ മനസ്സിലാകുന്നുണ്ട്. അത് നിർവഹിക്കപ്പെടാതെ വന്നാൽ അവർ അവസാനം തിരിഞ്ഞു വെത്തും. നിരാശയില്ലല്ലോ. കാരണം കോൺഗ്രസ് പാർട്ടിയാണല്ലോ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചത്. രാഹുൽ ഗാന്ധി രാജിവെക്കുന്നതോടെ വയനാട്ടിലെ വോട്ടർമാർ വഞ്ചിക്കപ്പെടുകയാണ്. അതേ കോൺഗ്രസ് പാർട്ടി വീണ്ടും ഒരാളെ നിർത്തുമ്പോൾ അവർ വോട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ജനാധിപത്യത്തിൽ വിവേചനപൂർവ്വമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളുണ്ട് എന്ന് പറയുന്നത് ചില മുഹൂർത്തങ്ങളിൽ മാത്രമാണ്. അല്ലാത്ത സമയത്തൊക്കെ പാർട്ടിസാനിസമാണ് അവിടെ നടക്കുന്നത്. അതെ അതെ അതെ, ഏത് പാർട്ടിയാണോ അതിന് മാത്രമേ ഉള്ളൂ. നമുക്കെന്ത് ഗുണം ഉണ്ടായത് ആലോചിക്കാം. അന്നേരത്ത് അതാണ് പ്രശ്നം. അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ളൊരു വശമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ശരിയായ രീതിയിൽ ഈ നമ്മുടെ MP മാർ വിലയിരുത്തപ്പെടുന്നില്ല. ഇപ്പോൾ ആൻ്റണി എന്ന് പറയുന്ന MP എന്തിനാണ് അവരെ ജയിപ്പിക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഫോർ വാട്ട് പർപ്പസ്? ഒരു കാര്യമില്ല അങ്ങേരെപ്പുള്ള ആളുകൾ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. കാരണം അത് തെളിയിക്കപ്പെട്ടാലും വീണ്ടും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധി അവിടെ ചെന്ന് മത്സരിക്കുന്നു, ജയിക്കുന്നു, കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നു, അയാൾ ജയിക്കും. ഒരുപാട് പേരില്ലേ അങ്ങനെ? ഒരുപാട് പേരുണ്ട്. അല്ല, ഞാനൊരു ചെറിയ എക്സാമ്പിൾ മാത്രം പറഞ്ഞോളൂ. നമ്മുടെ കേരളത്തിലെ MP മാരെല്ലാം മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് നമുക്ക് പൊതുവെ തോന്നിയിട്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് MP ഫണ്ടിൻ്റെ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു.
ഒരുപാട് പേര് കണ്ടതാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞു 17 കോടി രൂപയാണ് കേരളത്തിലെ MP-മാർക്ക് അനുവദിച്ച് കിട്ടിയത്. അതിൽ 7 കോടി രൂപ കിട്ടി. 7 കോടി രൂപ കിട്ടിയതിൻ്റെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്തു അതിൻ്റെ കണക്ക് കൊടുക്കാത്തതുകൊണ്ട് ബാക്കി 10 കോടി കിട്ടിയില്ല. അതെല്ലാം ലാപ്സായിപ്പോയി. കാരണം ആ കിട്ടുന്ന പണം ലാപ്സാക്കുന്ന ആളുകളായി മാറിത്തീരാണ് ചെയ്യുന്നത്. ഇവർക്കാണെങ്കിൽ ശമ്പളമായിട്ടും ബത്തയായിട്ടും മറ്റ് പല പരിപാടികളായിട്ട് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ അവസാനം ഈ 5 വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇവർ MP ആയിട്ട് വിടുന്ന ഒരാൾ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി സുഖിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. വയനാട്ടിലെ ജനങ്ങളെ ഇപ്പോൾ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചയ്ക്ക് തേച്ചോ രാഹുൽ ഗാന്ധി? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെയായിരിക്കും മിക്കവാറും നാളെ സോഷ്യൽ മീഡിയ അത് കൊണ്ടാടണമെന്ന് എനിക്ക് തോന്നുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് രാജിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തേച്ചു മോനെ രാഹുൽ ഗാന്ധി നമ്മളെ തേച്ചു എന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ്. തേച്ചു. പക്ഷെ വയനാടുകാർക്ക് ആ ഒരു ആത്മാഭിമാനം ഉണ്ടാവുമോ? അതോ വീണ്ടും ഈ രാഹുലിൻ്റെ പാർട്ടിക്കാരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമോ? അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പാർട്ടിസാനിസം എന്ന് പറയുന്നത്, അല്ല അവരെന്താ ചെയ്യേണ്ടത്? ശരിക്കും അവർ ശരിക്കും തോൽപ്പിച്ചാലാണ് അതാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ശരിയായിട്ടുള്ള രീതിയിൽ ജനപ്രതിനിധി ജനങ്ങളോട് പെരുമാറണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ഞാൻ പറയണം നിലവിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാധാകൃഷ്ണൻ്റെ കാര്യം, അദ്ദേഹം മത്സരിച്ചു ജയിച്ചു. ഷാഫി പറമ്പിൽ, ഇവരുടെയൊക്കെ സ്ഥലങ്ങളിൽ അതാത് പാർട്ടികളെ ജനങ്ങൾ തോൽപ്പിക്കണം. ശരിക്കും പറഞ്ഞു അവനെ MLA ആയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടത്. അവൻ്റെ 5 വർഷക്കാലം MLA ആയിട്ട് അവൻ്റെ ജോലി ഉത്തരവാദിത്വം പൂർത്തീകരിക്കണം. അത് പൂർത്തീകരിക്കാതെ ഈ പാർട്ടിയുടെ അല്ല, അത് വേണമെങ്കിൽ നമുക്ക് പിന്നെയും പറയാം, കുറച്ചുകൂടെ ഹയർ ബോഡിയിലേക്ക് പോകാൻ ആളുകൾ അംബീഷ്യസ് ആവുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതങ്ങനെയല്ലോ. ആപത്കാലത്ത് കൂടെ നിന്നവനെ പുറംകാലിന് ചവിട്ടി പുതുതായി കിട്ടിയ സുന്ദരിയുടെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ വളരെ അതാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ചില മണ്ഡലങ്ങളുടെ ചില പെക്യുലർ ക്യാരക്ടറുണ്ട്. അവിടെ വീണ്ടും ഇവന്മാരുടെ ഏതെങ്കിലും പ്രതിനെ കൊണ്ട് നിർത്തി അവനെ ജയിപ്പിച്ചു വിടുന്നതാണ് സ്ഥിതി. ശരിക്കും അതിന് ചെയ്യാൻ പാടില്ലാത്തതാണ്. വയനാടുകാർ നാണവും മാനവും ഇല്ലാത്ത കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. വയനാടുകാർക്ക് അഭിമാനം ഉണ്ടോ എന്ന് അവർ തെളിയിക്കട്ടെ. അല്ല, അത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും. കാരണം ഈ പാർട്ടി വിധേയത്വം എന്ന് പറയുന്നത് അവരുടെ അഭിമാനത്തിന് മുകളിൽ ഒരു കൂറത്തുണി പോലെ വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. ആ കൂറത്തുണിക്കുള്ളിൽ അവർ ഉറങ്ങട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.